പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനത്തിൽ നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഈ ആഴ്ചയിൽ നടന്ന ഏറ്റവും നല്ല ഒരു സാക്ഷ്യമാണ്. അജയ് തോമസ് കോട്ടയം, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മളൊരു പഠന വിശ്ലേഷണത്തിന് ധ്യാനാത്മകമായ പരിചിന്തനത്തിനായി എടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ ഒരു സമഗ്രമായ ദൈവാനുഭവത്തെ ഈ സാക്ഷ്യം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അച്ഛൻ ഈ സാക്ഷ്യം വിശദീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിങ്ങളും നിങ്ങളുടെ മനസ്സിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവരെ അവർക്ക് സംഭവിച്ചിട്ടുള്ള വിഷയത്തിൻ്റെ മേലെ ഒരു പ്രത്യേക പരിചിന്തനം ആവശ്യപ്പെടുന്നതാണ്. കാര്യം നമ്മൾക്ക് ഉടമ്പടിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് നമുക്ക് 2 ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഉടമ്പടിയിൽ ദൈവത്തിൽ നിന്ന് 2 ആനുകൂല്യങ്ങൾ. ഒന്ന് ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹങ്ങൾ കിട്ടും. അതാണ് എല്ലാവരും തന്നെ സാക്ഷ്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. അവർക്ക് കിട്ടിയ ഭൗതികമായ ആനുകൂല്യങ്ങളാണ്. ഈ ദിവസങ്ങളിലുണ്ട് ഒരു സാക്ഷ്യമാണ് ഷോൺ എന്ന് പറയുന്ന കോഴിക്കോടുള്ളൊരു സഹോദരൻ്റെ സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തിനൊരു ട്രാൻസ്ഫർ അത്യാവശ്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചത് കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത് അദ്ദേഹത്തോട്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തോട് ചോദിച്ചത്, എനിക്ക് ട്രാൻസ്ഫർ ആവശ്യമാണെങ്കിൽ കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിച്ചത്. അമ്മയോട് പറഞ്ഞില്ലേ എന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാരിപ്പോൾ ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് ഈ ഷോൺ വന്ന് സാക്ഷ്യം പറയുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സാക്ഷ്യവും ഉടമ്പടി ദിവസവും അതുപോലെ തന്നെ സാക്ഷ്യം പറച്ചിലും അതുപോലെ തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതും ധ്യാനമാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ കൂട്ടായ്മ പോലെ വരെ സംഘടിപ്പിച്ച് നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒത്തിരിയേറെ സർവീസ് ഓറിയൻറ്റഡായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഈ മാസങ്ങളിൽ തന്നെ ഈ അൾത്താറയിൽ പറഞ്ഞിട്ടുണ്ട്. സർവീസ്, അതായത് ഉദ്യോഗസ്ഥന്മാരുടെ സാക്ഷ്യങ്ങൾ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സർവീസ് പ്രോബ്ലം. ഇപ്പോൾ ഷോണിൻ്റെ വിഷയം തന്നെ എന്താണ്, ഷോണിന് ട്രാൻസ്ഫർ വേണം, തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വേണം. പക്ഷേ അത് പ്രോസസ്സിങ് ചെയ്തെടുക്കുമ്പോൾ 1.5 വർഷത്തെ താമസമുണ്ട്. 1.5 വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം തന്നെ അത് കിട്ടിയേ മതിയാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ആ വിഷയം മാതാവിൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് അദ്ദേഹം വെച്ചതെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അമ്മയാകുമ്പോൾ സമയച്ചുരുക്കം സംഭവിക്കും. കാര്യം ഈ ഷോൺ എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ നേരത്തെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ കൃപാസനം എന്താണ്, അമ്മ എന്താണ്, അമ്മയുടെ പ്രവർത്തനം എന്താണ്, ഉടമ്പടി എന്താണെന്നൊക്കെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം വന്നിട്ട് ഈ വിഷയം അമ്മ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും. അപ്പോൾ കോഴിക്കോട് അവിടെ ഒരു പോസ്റ്റ് റൈസ് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ, തലശ്ശേരിയിൽ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ അവിടെ ഒരു പോസ്റ്റ് റൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചത്, ഈ കോഴിക്കോടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് പ്രൊമോഷൻ വേണമെങ്കിൽ, അത് റിട്ടയർഡ് ആകാൻ പോവുകയാണ്, പക്ഷേ പ്രൊമോഷൻ വേണമെങ്കിൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ വേണം. അപ്പോൾ അദ്ദേഹം കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറിന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. തലശ്ശേരിക്കാരനും ഷോണും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. ഷോണിന് വേണ്ടത് കോഴിക്കോടേക്കാണ് ട്രാൻസ്ഫർ വേണ്ടത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഉദ്യോഗസ്ഥനും ഉടമ്പടി ചെയ്തിരിക്കുന്നത് അവിടുന്ന് അദ്ദേഹത്തിനെ വേക്കറ്റ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഈ സീറ്റ് റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷോൺ മാതാവിനോട് പറയും, മാതാവേ അമ്മ ഒരു സീറ്റ് അവിടെ വേക്കൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം,
അതിൽ ഞാൻ പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥനയുടെ രീതി അതാണ്. ഞാൻ ആ സ്ഥിതിയിലേക്ക് പോകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതവും ജീവിതമറിയുന്ന ദൈവവും ദൈവത്തിൻ്റെ ഇതുപോലെ ജീവിത രംഗങ്ങളിലുള്ള ഇടപെടലും ആ ഇടപെടലിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ധാരണയും, ഈ നമ്മളുടെ ധാരണ ഒരു ഭയങ്കര വിഷയമാണ്. അതായത് എപ്പോഴും നമ്മൾ ആധ്യാത്മികമായിട്ട് വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരം ധാരണകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള ധാരണ, പിന്നെന്താണ് നമ്മളെക്കുറിച്ചുള്ള ധാരണ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണ, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത, ധാരണ ഒരു ദൈവ മനുഷ്യ സംസർഗത്തിൻ്റെ അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഒരു യാത്രയുടെ ഒരു അനിഷേധ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ധാരണ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് നല്ല ധാരണകൾ തരണമേ. അങ്ങയെക്കുറിച്ചുള്ള ധാരണകള്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകള് അങ്ങയുടെ തിരുസന്നിധിയിൽ എൻ്റെ ജീവിത അവസ്ഥകള് സമർപ്പിക്കുമ്പോൾ അങ്ങ് അതിലിടപെടുന്ന രീതിയെക്കുറിച്ചുള്ള ധാരണകള് എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മളുടെ വിഷയങ്ങൾ ദൈവത്തോട് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണമെന്ന് പറഞ്ഞില്ലേ? ഈ ധാരണകളെ വളരെ ആത്മാവിൽ അഭിഷേകമുള്ളവർ വളരെ കൃത്യമായിട്ട് ആ ധാരണകൾ ദൈവത്തിരുസന്നിധിയിൽ പങ്കുവെക്കുന്നത് കാണാം. നമ്മൾ എന്തുമാത്രം സൂക്ഷ്മതയോടെ നമ്മുടെ അവസ്ഥകളെക്കുറിച്ച് ദൈവത്തോട് പറയുന്നുവോ അത്ര കണ്ട് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ധാരണയുണ്ടോ? ആ വിഷയത്തിന് മേൽ ദൈവം ഇടപെടുമെന്നുള്ളൊരു ധാരണയുണ്ട്. എല്ലാം ധാരണയാണ്. അതാ 119 സങ്കീർത്തനം നോക്കിയേ. സങ്കീർത്തനം 119:26 വായിച്ചോളൂ. എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അതായത് എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ, എന്ന് പറഞ്ഞേ, എൻ്റെ അവസ്ഥ ഞാൻ വിവരിച്ചപ്പോൾ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അതാ സങ്കീർത്തനം 119:26. അപ്പം അവസ്ഥകൾ എന്തിനുള്ളതാണ്? വിവരിക്കാനുള്ളതാണ്. അല്ലാതെ നമ്മളെ ചിലർ ആ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ എന്ന് പറയും. ദൈവത്തിന് അറിയാവുന്നുള്ളത് പ്രാർത്ഥനയുടെ ഒരു സബ്ജക്റ്റ് അല്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു. ചിലർ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴോ ദൈവത്തിന് എല്ലാം അറിയാമല്ലോ. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷേ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. ദൈവത്തിന് അറിയാവുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. ദൈവത്തിന് എന്താണ് മനസ്സിലിരിപ്പ്? അതിനെക്കുറിച്ച് ധാരണ വേണം. എന്താ ധാരണ? നമ്മൾ ചോദിച്ചിട്ട് തരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. നമ്മൾ ചോദിക്കണം, ചോദിച്ചിട്ട് തരണം. ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? തരണമെങ്കിൽ എന്ത് വേണം? അതൊരു ധാരണയല്ലേ? ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. പോരാ, പിന്നെ എന്താണ്? നല്ല ദൈവസ്നേഹം വേണം. ദൈവസ്നേഹവും വിശ്വാസവും ഇല്ലാത്തവർക്ക് ചോദിക്കാൻ പാടായിരിക്കും. അവരിങ്ങനെ ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നും പറഞ്ഞിരിക്കുന്നത് ഒരു തരം ഒളിച്ചോടുവാണ്. എന്താ കാര്യം? ദൈവത്തിന് അറിയാം, പക്ഷേ നല്ല മോഹത്തോടു കൂടി ചോദിക്കാനുള്ള ആത്മീയ അവസ്ഥ ഇവർക്കുണ്ടാകത്തില്ല. അതാണ് അവിടുത്തെ വരുന്ന വിഷയം. അതായത് നമ്മൾ ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കെന്ത് വേണം? ചളിപ്പുണ്ടാകരുത്, അല്ലേ?
ചോദിച്ചാൽ കിട്ടുമോ, തരുമോ, നമ്മളവർക്ക് അറിയാവോ? ഇപ്പം നമ്മളെ മനുഷ്യന്മാരോട് പരിചയമില്ലാത്തവരോട് നമ്മളോട് ചോദിക്കുമോ? സമയം എന്താണെന്ന് ചോദിക്കും. അത്രേ വാച്ച് ഉണ്ടെങ്കിൽ സമയം എന്താണെന്ന് ചോദിക്കും, അത്രയും ചോദിക്കുന്നത്. സാങ്കേതികമായ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. വ്യക്തിപരമായ ഒരു കാര്യവും നമ്മൾ ചോദിക്കത്തില്ല ഇല്ലാത്തവരോട്. അതൊരു ധാരണയാണ്, ഒരു ധാരണയാണ്. ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ഇപ്പോൾ സങ്കീർത്തനം 119:26 പറയുന്ന പോലെ എൻ്റെ അവസ്ഥകൾ പറയണമെങ്കിൽ അത്രയും ആന്തരികമായ ആത്മാർത്ഥതയും ബന്ധവും ഉണ്ടാകണം. അതാണൊരു ധാരണ. ഇനി അതായത് നമുക്ക് ഉറപ്പുണ്ടാകണം. ചോദിച്ചാൽ മാത്രം പോരാ, നമ്മൾക്ക് കിട്ടുമായിരിക്കും അല്ലേ, കിട്ടിയേക്കൊള്ളാം, കിട്ടിയാൽ നന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അകന്ന അഴകുഴമ്പനായിട്ടുള്ള റിലേഷനാണ് നമുക്കുള്ളതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിൻ്റെ ഉത്തരം ലാഗ് ചെയ്യുകയോ ആ ഉത്തരം ഡാമേജ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളെ അതായത് ദൈവത്തോടുള്ള നമ്മുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഉടമ്പടി മുഖേനയുള്ള ഇടപെടലെന്ന് പറയുമ്പോൾ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ഒരു ഉറപ്പാണ്. നമുക്ക് ഇപ്പോൾ 1 യോഹന്നാൻ്റെ സുവിശേഷം 1 യോഹന്നാൻ 5:14 ഇതുപോലെ ഉറപ്പിനെ കുറിച്ച് പറയുന്നതാണ്. 1 യോഹന്നാൻ 5:14 ശ്രദ്ധിക്കട്ടെ. അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ, കേൾക്കുക, അവന്റെ ഇഷ്ടത്തിന് അനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം ഈ ഉറപ്പ് എങ്ങനെയാണത്? ബൈബിളിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര ഉറപ്പ്. അതായത് അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ആര്? ഈശോയിലുള്ള ഉറപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോദിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായിരിക്കണം. അതുകൊണ്ട് ഷോൺ ആ ഉദ്യോഗസ്ഥൻ അങ്ങനെ പറഞ്ഞ കർത്താവ് ഒരു സീറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്, അവിടെ വേക്കൻ്റ് ആയിട്ടുണ്ട് കോഴിക്കോട്. അവിടെ ഞാൻ പോയി ഇരിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ആ പ്രാർത്ഥന അദ്ദേഹം നല്ലവണ്ണമാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എനിക്കത് കിട്ടണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ സ്വാഭാവികമായി അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് മെച്ചങ്ങളുണ്ട്. അതെല്ലാം ദൈവത്തോട് അവസ്ഥയായിട്ട് പറയുകയാണ്. അതാണ് സങ്കീർത്തനം 119:26. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞപ്പോൾ, അവസ്ഥകൾ എന്തിനുള്ളതാണ്? ദൈവത്തോട് പറയാനുള്ളതാണ്. ആൾക്കാരുടെ എല്ലാത്തിൻ്റെയും വിഷയം അവസ്ഥ പറയുന്നില്ല എന്നുള്ളതാണേ. അവസ്ഥകളെ ഇങ്ങനെ നമ്മൾ ഒരു ക്യാപ്ഷൻ പോലെ സാങ്കേതികമായിട്ട് പറയും. അതല്ല, അതുമൂലം നീ അനുഭവിക്കുന്ന വിഷമതകൾ, ഭാവിയിൽ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ, അതുമൂലം നിൻ്റെ വീട്ടിലുണ്ടായിരിക്കുന്ന തിക്കുമുട്ടലുകൾ, നിൻ്റെ ഞെരുക്കങ്ങൾ, ഇത് നീ ദൈവത്തോട് പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ദൈവത്തോട് സ്നേഹം വേണം. ദൈവത്തോട് ഇപ്പം നമ്മൾക്ക് ദൈവം തരണമെങ്കിലും ഇപ്പം നമുക്കറിയാം, ഏതാണ്ട് 8850 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. 8850 വാഗ്ദാനങ്ങൾ. പല ബൈബിൾ പണ്ഡിതന്മാരും പല നമ്പർ പറയുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നത് 8850 പ്രോമിസസ് ബൈബിളിലുണ്ടെന്നാണ്. പക്ഷേ അതെല്ലാം പ്രോമിസാണ്, വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ നിസ്സാരമായത് നമ്മളുടെ അനുദിന ജീവിത കഴിഞ്ഞുകൂടൽ തൊട്ട് നിത്യജീവിതം വരെയുള്ള വിഷയങ്ങൾ എല്ലാം ദൈവം നമ്മൾക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം അത് ദൈവത്തിന് മനസ്സായത് കൊണ്ടാണ്. ഇപ്പോൾ ചിലർ പറയവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തില്ല, എനിക്ക് തോന്നി എന്തുകൊണ്ട് ഉടമ്പടി എടുക്കുക. പലരും എന്നോട് പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തില്ല. ഒരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യമാണ്. എടുക്കാഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനത്തിലൂടെ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ധാരണ. അപ്പം അദ്ദേഹത്തിൻ്റെ സാക്ഷി കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രത്യേക ഉടമ്പടി പോലുള്ളൊരു സംവിധാനം
ഹൃദയത്തിൻ്റെ ഉള്ളിലൂടെ പ്രാർത്ഥിക്കുന്നത് എന്നെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് തൃപ്തിയില്ലായിരുന്നെന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാതിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് വേറൊരു മാർഗവും ഇല്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പാലക്കാട് നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് അമ്മ ആ വിഷയത്തിൽ ഇടപെട്ട കാര്യമാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു സാക്ഷി അപ്പം ചിന്തിക്കുന്നത് ആ സാക്ഷ്യത്തിൽ ചെടുത്തിയാളാണ് പറയുന്നത്. ആ സാക്ഷ്യം അവർ പറയണ ഇതാണ്, എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്വർഗാരോഹണ മാതാവ് ആണ് എനിക്ക് 6 പെൺമക്കളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള സ്വർഗാരോഹണ മാതാവിലേക്ക് ഞാൻ അസംഷം മാതാവിലേക്ക് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ആൺകുട്ടിയെ തന്നത്. അപ്പോൾ അസംഷം മാതാവ് ഞങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ആലപ്പുഴ വരെ കെട്ടിയെടുത്ത് പിടിക്കണത് എന്നാണ് ഞാൻ എൻ്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നത്. ധാരണ പ്രശ്നം കണ്ടില്ലേ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് മാനസാന്തരം ഉണ്ടായി. എന്താ കാര്യം? അവിടെ കാര്യങ്ങൾ നടക്കണില്ല, അതാണ് സംഭവം. അങ്ങനെ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്തിട്ട് അവരുടെ വിഷയം ദൈവം നിറവേറ്റിയ കാര്യമാണ് ഇന്നവർ സാക്ഷ്യത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് ധാരണയുടെ കുഴപ്പമാണ്, ധാരണകളാണ്. കൃപാസനം മാതാവെന്ന് പറഞ്ഞാൽ ആ കൃപാസനം മാതാവെന്ന ആൾക്കാർ പറയണത് എന്താ പറയണത്? കാര്യം കൃപാസനത്തിൽ 2004 ഡിസംബർ 7 സമയഘടികാരം നെറ്റിൽ ചാർത്തി സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോണു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ് കൃപാസന മാതാവ്. അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ അതിനെ പ്രെയർ ചെയ്ത് പ്രാർത്ഥിച്ച് ദൈവതിരുസന്നിധിയിൽ സ്വകാര്യം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ശക്തി കൊണ്ടോ പരിഹരിക്കാൻ പറ്റാത്ത വിഷയം ആണ് പലപ്പോഴും ദൈവം തന്നെ അമ്മ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ടത് ദൈവികമായ വിഷയമായിട്ട് മാറ്റുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളല്ല പറയേണ്ടത്, സഭയാണ് പറയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലണത്. ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ആത്മാവാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. കാര്യം ഉടമ്പടി തന്നത് ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ അമ്മയുടെ മനസ്സിലിരിക്കുന്ന, ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു വിഷയം ഇതാണ്, അമ്മ ഓളോടെ സഡൻ അങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുത്ത് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്ന് ഈശോ ദിവ്യകുർബാന ഇവിടെ ഇരിക്കൊണ്ട് ജീവനോടെ കിടത്താം. അന്ന് ഈശോ ജീവനോടെ അൾത്താറിൽ ഉണ്ടായിരുന്ന സമയത്താണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ കരുതണില്ല അമ്മ ഏകപക്ഷീയമായിട്ട് എടുത്ത ഒരു തീരുമാനമാണെന്ന്. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഈശോ അറിഞ്ഞാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പരപിതാവ് അറിഞ്ഞാണ് പ്രത്യക്ഷപ്പെട്ടത്. എങ്കിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, തിത്തേക്ക് ദൈവം പറഞ്ഞാണ് പരിശുദ്ധ കൃപാസനത്തിലെ അൽത്തറയിലെ ആരാധന മധ്യേ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ആ അത്രയും പ്രധാനപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് അതൊരു മനുഷ്യരാശിയെ മുഴുവനും ബാധിക്കുന്നൊരു വിഷയമായത് കാരണം അത് പറയേണ്ടത് സഭയല്ലേ. സഭ ആ വിഷയം ഏറ്റെടുത്ത് പഠിക്കാനും അതിലുള്ള ദൈവ മനസ്സെന്താണ് വെളിപ്പെടുത്താനുമാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണത്. ഒരു ദിവസം രാവിലെ യൂട്യൂബിൽ നോക്കുമ്പോൾ എങ്ങനെയായാലും 17,000 പേരാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചേരണത്. അത് കാര്യത്തിൻ്റെ ഭാഗമാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ചില ആൾക്കാർ എവിടെ പോകുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത്. കാര്യം അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് ഉടമ്പടി, ഉടമ്പടിയിലേക്ക് എങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നയിക്കുന്നത്, ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് എങ്ങനെയാണ് വെളിപ്പെടുന്നത്, എല്ലാത്തിനെക്കുറിച്ച് വ്യക്തമായ എഡ്യൂക്കേഷൻ. ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയെക്കുറിച്ച് വ്യക്തതയുണ്ടാണ് നമുക്ക്. കാര്യം ദൈവം 19,000-ഓളം വാഗ്ദാനങ്ങളാണ് മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. അതിലേറ്റവും നല്ല വാഗ്ദാനം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്താ? നമ്മൾ ഓരോ ഭൗതികമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചു, അങ്ങനെ ഉപയോഗിച്ചു, നമ്മൾ പിന്നീട് മരിച്ചു പോകണം. നമുക്ക് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണങ്ങൾ എന്താ? അതാണ് അവൻ്റെ മനസ്സിന്. ഇപ്പോൾ 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ മനസ്സിന് അനുപേക്ഷണീയമായ ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉറപ്പെല്ലാം എവിടെ നിന്ന് വരണതാണ്? വാഗ്ദാനങ്ങളിൽ നിന്നാണ് ഉറപ്പ് വരണത്. നമുക്ക് ഈ ഉറപ്പ് വരണത് എവിടെ നിന്നാണ്? വാഗ്ദാനങ്ങളിലാണ്. വാഗ്ദാനങ്ങൾ എങ്ങനെ പ്രാപിക്കണത്? ഉടമ്പടിയിലൂടെയാണ്. സിമ്പിളല്ലേ? വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കണത് എങ്ങനെയാണ്? ഉടമ്പടിയിലൂടെയാണ്. പല അനുഗ്രഹങ്ങളും ഉടമ്പടി ഇല്ലാതെ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് ലാഗ് ചെയ്യുകയോ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ പോകുന്നത് ചെയ്യണത് സാധാരണ അത് സിംഗിൾ പ്രെയറിൻ്റെ സബ്ജക്റ്റായിട്ട് മാറ്റിയിട്ടാണ്. നിൻ്റെ പ്രാർത്ഥനാ വിഷയം അതിൽ നീയുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ അത് മിക്കവാറും ഉടമ്പടിയിലേ അവസാനിക്കത്തുള്ളൂ.
നിൻ്റെ പ്രാർത്ഥന സബ്ജക്റ്റ് അതിൽ കക്ഷികളായിട്ട് നീയുണ്ടോ? അതിൻ്റെ എതിർവശത്ത് ദൈവമുണ്ടോ? എങ്കിൽ ഇപ്സഫാത്തോ ദാറ്റ്സ് എ കവനൻറ്റ്. അത് ഉടമ്പടിയാണല്ലോ. അത് ഉടമ്പടിയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, നാട്ടുകാരെ പറ്റുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, വ്യഭിചരിക്കുകയും ചെയ്യും. അതെന്താ കാര്യം? ഇത് ഉടമ്പടിയാണെന്ന് അറിയാൻ പാടില്ലാത്തവരെ പ്രാർത്ഥനയെ ദുർവിനിയോഗിക്കുന്നതാണ്. കാര്യം എപ്പോഴും നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് വചനം എന്ത് പറയും? നിനക്ക് ലഭിക്കണമെങ്കിൽ 1 യോഹന്നാൻ 5:14 ഒന്ന്, നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്? നിൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ മനസ്സിന് അനുപേക്ഷിക്കണം. ഒന്ന് വായിച്ച വചനങ്ങൾ. അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. അപ്പം പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് നമുക്ക് ആരിലുള്ള ഉറപ്പാണ്? യേശുവിലുള്ള ഉറപ്പാണ്. കാര്യം എന്താണ്? യേശുവിലുള്ള ഉറപ്പാണ്. കാര്യം യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷം 14:14 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അതാണ് ഉറപ്പെന്ന് പറയണത്. എന്നിട്ട് പറഞ്ഞ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. അപ്പോൾ സ്വാഭാവികമായി യേശുവിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണത്. അതും വാഗ്ദാനമാണ്. ഞാനത് ചെയ്തു തരും എന്നുള്ളത് ഇറ്റ്സ് എ പ്രോമിസ്. എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ ഉണ്ടാകണത്? എന്തുകൊണ്ടാണ് ദൈവം വാഗ്ദാനം നമുക്ക് നൽകണത്? ഒരു പ്രാർത്ഥന കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. ഇപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ 2:5 വാഗ്ദാനം എന്തുകൊണ്ടാണ് തരണമെന്ന് പറയുന്നുണ്ട്. യാക്കോബ് 2:5 സ്തുതിക്കട്ടെ ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയാണ്. അപ്പോൾ വാഗ്ദാനം നൽകുന്ന ആർക്കാണ്? തന്നെ ദൈവത്തിൻ്റെ ഒന്ന് വായിച്ച് വാഗ്ദാനം നൽകുന്നത് ഒന്ന് വായിച്ച് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം നൽകുന്ന ആർക്കാണ്? തന്നെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുള്ള സമ്മാനമാണ് വാഗ്ദാനമായിട്ട് ദൈവം നൽകുന്നത്. 8850 വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് 4000 കൊല്ലത്തിനുള്ളിലേ. അതിലേറ്റവും വലിയ പ്രോമിസ് പരിശുദ്ധാത്മാവ് നൽകിയാണ്, അത് സംശയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറയുന്നത് വാഗ്ദാനം പരിശുദ്ധാത്മാവാണ്. പക്ഷേ പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോഴേ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ എല്ലാ ദിവസവും ലോകത്തിൽ, ഞാനത് എളിമയോടും വിനയത്തോടും തന്നെ പറയുകയാണ്, ലോകത്തിൽ എല്ലാ ദിവസവും സാക്ഷ്യം പറയുന്ന ഒരു സ്ഥലമാണിത് ഈ അൾത്താറ. ഭംഗിവാക്കല്ല, എല്ലാ ദിവസവും പറയും. പ്രവചനാണെങ്കിൽ ഇപ്പോഴേ അതിനുവേണ്ടി മാത്രം ഇരിക്കുക. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ആൾക്കാർ കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങളെ പരിശോധിച്ച് അതിൻ്റെ ഉടമ്പടി കണ്ടൻറ്റുള്ള തിരഞ്ഞെടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യും അവരോട് പറയാം. അപ്പോൾ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളുണ്ട്. ഈ സാക്ഷ്യങ്ങളൊക്കെ വരുമ്പോഴുണ്ടാകുന്ന എനിക്ക് വരുന്നൊരു സങ്കടമുണ്ട്. കാര്യം ചില ആൾക്കാർ ഉടമ്പടിയുടെ ആത്മാവിനെ തൊടും, പക്ഷെ 95% ആൾക്കാരും ഉടമ്പടി ആത്മാവിനെ തൊടത്തില്ല. കാര്യം അവർ അനുഗ്രഹത്തിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ, ചില അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയൂ. കാര്യം ഉടമ്പടിയിലൂടെ നമുക്ക് 2 ദൈവാനുകൂല്യങ്ങളാണ് കിട്ടണത്. വാഗ്ദാനങ്ങളിലൂടെ 2 ദൈവാനുകൂല്യങ്ങളാണ് കിട്ടണത്. എന്താണ്? ഒന്ന് അനുഗ്രഹം, ദാറ്റ് മീൻസ് ഫിസിക്കൽ ഫേവേഴ്സ്, ഭൗതിക ആനുകൂല്യങ്ങൾ. അത് ജോലിയാകാം, വീടാകാം, വിവാഹമാകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ രമണി എന്നും പറഞ്ഞ സഹോദരി അടിപൊളി സാക്ഷിയാണ്. രമണിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി കരുതിയാൽ നല്ല സാക്ഷ്യം, 10-30,000 പേര് ആ സാക്ഷ്യം കണ്ടു. അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. പക്ഷേ അവരുടെ ആ എക്സിക്യൂഷൻ ഭയങ്കരമാണ്. അവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വഴിയില്ല, വർഷങ്ങളായിട്ട് വഴിയില്ല. അവർ പല വീടുകളുടെയും വാതിൽക്കൽ കൂടിയാണ് അവരുടെ വീട്ടിലോട്ട് പോണത്. പക്ഷേ ആ വീട്ടുകാർ ഒക്കെ ഇവരോട് താല്പര്യമുള്ളത് കൊണ്ട് അവർ നടക്കാൻ അനുവദിക്കും.
ചിലർ വണ്ടി കൊണ്ടുപോകാനും അനുവദിക്കും. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം അവർക്കുണ്ടായി. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ വീട് വെച്ചപ്പോൾ കടമായിപ്പോയി, ലോൺ എടുത്തപ്പോഴേ കടമായിപ്പോയി, ലോൺ തിരിച്ചടക്കാൻ പറ്റാതെ വരികയോ അങ്ങനെ വീട് വിൽക്കേണ്ട ഒരവസ്ഥ വന്ന്. പക്ഷേ ഈ വഴിയില്ലാത്ത വീടാണത്. വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കാൻ പറ്റും? മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ടാണ് ഈ ആ വീട് കെട്ടിപ്പൊക്കാണ്ട് കട്ടയും കല്ലും മണ്ണും സിമൻറ്റും ചരലും കമ്പിയും ഒക്കെ വരച്ചുകൊണ്ട് പോകുന്നതെങ്കിലും വീട് വെച്ചെങ്കിലും വഴിയില്ലാത്ത വീട് അല്ല. രമണി അത് നന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ വഴിയില്ലാതെ മാത്രമല്ല, പ്രമാണത്തെ പോലും വഴിയില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. പ്രമാണത്തെ വഴിയില്ലാത്തൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ വിൽക്കാനും പറ്റുകയില്ല, കൊടുക്കാനും പറ്റത്തില്ല, നടക്കാനും പറ്റത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല, ആകപ്പാട് പ്രശ്നം. പക്ഷെ ഇവർ എന്നാ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത്തരം വഴി വിൽക്കുകയും ചെയ്യണം. പക്ഷേ ഇനി വിൽക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്താ ചെയ്യാൻ പോണത്? അടുത്തുള്ളവർ വഴിയില്ലാത്തതായ കാരണം നക്കാപ്പൈസ കൊടുത്തിട്ട് അത് വാങ്ങിക്കാൻ നോക്കും. കാര്യം അവർക്ക് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചൂഷണം ചെയ്യും. അവരുടെ ഒരു അക്കടി വീണ് കിടക്കുന്ന ഒരവസ്ഥയെ മാക്സിമം ചൂഷണം ചെയ്തിട്ട് മനുഷ്യത്വം ഇല്ലാതെ അത് പെട്ടവരൊക്കെ അത് ചക്കരക്കാശിനത് വാങ്ങിക്കുകയുള്ള ആൾക്കാർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം വില കുറച്ച് വേറെ ആരും വന്ന് എടുക്കത്തില്ല. വഴിയില്ലാത്തത് പ്രമാണത്തെ പോലും വഴിയില്ലല്ലോ. അപ്പം നിങ്ങളവർക്ക് ഈ ഉടമ്പടിയിലൊക്കെ വരുന്ന വിഷയങ്ങളെന്നൊക്കെ പറഞ്ഞതേ നമ്മളെ കേട്ടാൽ തന്നെ പേടിച്ചു പോകുന്ന വിഷയമാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് ചിന്തിക്കുക, പ്രമാണത്തെപ്പോലും വഴിയില്ല. എത്രയോ കേസുകൾ ആ പ്രമാണത്തെപ്പോലും വഴിയില്ല എന്നിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുന്നത്. അവിടെ വീട് വെക്കാൻ സമ്മതിക്കത്തില്ല. വഴിയില്ലാത്ത സ്ഥലത്ത് കൂടി ഒരു വണ്ടി കൊണ്ടുപോകാനോ ഒരു ടൂ വീലറോ അല്ലെങ്കിൽ ഒരു 3 വീലറിൽ കുറച്ച് മണ്ണ് കൊണ്ടുപോകാൻ പോലും ആൾക്കാർ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് ആൾക്കാരുടെ ആനുകൂല്യങ്ങൾ കൊണ്ട് തന്നെ വീട് വെച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ കടവായിപ്പോയി. അപ്പോൾ അത് വീട് വിൽക്കണം. വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കും? പ്രമാണത്തെപ്പോലും വഴിയില്ലാത്ത വീട് എങ്ങനെ വിൽക്കും? ഇത് ഒരു അസാധ്യമായ കാര്യങ്ങളെക്കാൾ ഉപരി ഒരു ദുർഘടം പിടിച്ച വിഷയമാണ്. എന്നിട്ട് ഇവർ വന്ന് ഉടമ്പടി ചെയ്യും. അതാണ് വിഷയം. ഇവരൊന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഇവരൊരു കാര്യം ചെയ്യും. ആ വീട്ടുകാരുടെയൊക്കെ ഒന്ന് വിലക്ക് ചോദിക്കും. വിലക്ക് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ വഴി കൊടുക്കണില്ലെന്ന് പറയും. അതിലൊരാൾ വഴി കൊടുക്കണില്ല, പിന്നെ വിലയെക്കുറിച്ച് നമ്മൾ വില ഉദ്ദേശിക്കണില്ലല്ലോ എന്ന് പറയും. പിന്നീട് മധ്യസ്ഥന്മാരെ വെച്ച് ചോദിക്കും. അപ്പോൾ താങ്ങാനാവാത്ത വില പറയും. അത് കൊടുക്കാൻ ഉദ്ദേശിച്ച് പറയണതല്ല, കൊടുക്കാതിരിക്കാൻ പറയണ വിലയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇതാണ് അവസ്ഥ എന്ന് പറയണത്. 119:26 അവസ്ഥകൾ. അയാളുടെ ഇപ്പോൾ രമണിൻ്റെ അവസ്ഥ കണ്ടില്ലേ? അപ്പോൾ രമണി എന്ത് ചെയ്യും? എൻ്റെ അവസ്ഥകൾ ഞാൻ അങ്ങയോട് പറഞ്ഞപ്പോഴേ അങ്ങ് അതിന് ഉത്തരം നൽകിയെന്ന്. രമണി വന്ന് മാതാവിൻ്റെയൊക്കെ വന്നിട്ട് എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും. അവസ്ഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഉടമ്പടി ചെയ്യും. അവർ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന വിഷയമുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ ആ സാക്ഷ്യം നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ട് ആ സാക്ഷ്യം. അതായത് ആ പെട്ടെന്ന് അതിലൊരാളിൻ്റെ മനസ്സ് മാറും. മനസ്സ് മാറണ മുമ്പ് രമണി ഒരു കാര്യം ചെയ്യും. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി ആ വഴികളിലെല്ലാം വിശ്വാസപ്രമാണം ചെലുത്തൂളും. അപ്പോൾ എന്തങ്ങനെ ചെയ്യും? എന്നിട്ട് അതൊക്കെ പരസ്യമായിട്ട് പറയുകയും ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വഴി മുഴുവനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. അതൊക്കെ നമ്മൾ കാര്യം ചിലവർ പക്ഷേ 10 കൊല്ലം നമ്മൾ സെമിനാരി തിയോളജി പഠിച്ച് റോമിൽ പോയി ഡോക്ടറേറ്റ് എടുത്താലും ഉപ്പ് വിതരണമുള്ള വിശ്വാസം കിട്ടത്തില്ല നമുക്ക്. അത് വേറൊരു വിശ്വാസമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുന്ന വേറൊരു തലക്കനുള്ള ആൾക്കാർ ജന്മത്തെ ദൈവത്തെ കാണത്തില്ല. കാര്യം അവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് കൊണ്ടുപോയി പലരുടെയും ദുരന്തം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് അമിതമായി പഠിച്ചു പോയതാണ് ഏറ്റവും കൂടുതൽ ആത്മീയ ദുരന്തം എന്ന് പറയുന്നത്. എന്താ ഇതൊന്നും ഈ സിമ്പിളായിട്ടുള്ള മനുഷ്യന്മാർ ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവത്തില്ല. ഇവർ സിമ്പിളായിട്ട് ചെയ്ത് എന്താ അറിയാമോ? അവർ ആ വഴി യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. യേശു കർത്താവാണെന്ന് അവരധരം കൊണ്ട് ഏറ്റു പറഞ്ഞു. ദൈവം അവനെ മരിച്ചു എന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചു. അപ്പോഴും നമുക്കെതിരെ നിൽക്കുന്ന പ്രതിലോമ ശക്തികളെ മുകളിൽ ക്രിസ്തുവിനെ പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ അടയാളമായിട്ടാണ് ഉപ്പ് വിതരണമൊക്കെ. പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ചൊക്കെ തരുന്നില്ലേ? സാധാരണ വെഞ്ചരിച്ച് കൊണ്ട് ജനറൽ ബ്ലെസ്സിങ് ഉണ്ട്. കൃപാസനത്തിൽ ഉള്ളതുപോലെ പർട്ടിക്കുലർ ബ്ലെസ്സിങ് ഉണ്ട്. ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ബ്ലെസ്സിങ്സ് ഉണ്ട്.
പക്ഷേ ഈ ബ്ലെസ്സിങ്സ് കിട്ടിയ ബ്ലെസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ അത് കൈപ്പറ്റുന്ന ആൾക്കാർ അതേ പവറിൽ കൊണ്ടുപോയാണത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അവരും ഇതുപോലെ, അതാണ് രമണി പറഞ്ഞത്, ഞാൻ വിശ്വാസ പ്രമാണം പഠിച്ചു, ആണെ ഉപ്പ് വഴികളിൽ കൊണ്ട് വെതറിയപ്പോൾ അവിടെ യേശു കർത്താവായില്ലേ, ബാക്കി ഉണ്ടാകുന്ന എല്ലാ ശക്തികളും അപ്പം നിർവീര്യമാകും. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സ് മാറിയിട്ട് അവിടുത്തെ നിങ്ങൾക്ക് ഞാൻ വഴി തരാമെന്ന് പറയും. അതെങ്ങനെ 11 അടി വഴിയുള്ള 10 സെൻറ്റ് വഴിയാണ് കൊടുക്കണത്. 10 സെൻറ്റ് വഴി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പക്ഷേ ഈ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യവതം 10 സെൻറ്റ് വഴി. ഇത്രയും വർഷം പ്രമാണത്തിൽ പോലും വഴിയില്ലാതെ കിടന്ന ഒരു സഹോദരിക്ക് 10 സെൻറ്റ് വഴി ചുരുങ്ങിയ, അവർ വേണ്ടത് എനിക്കത് വിശ്വസിക്കാൻ പറ്റിയിരുന്നതാണ്. കാര്യം ആ ചേട്ടൻ വളരെ ചുരുങ്ങിയ വിലക്കാണത് കൊടുക്കുന്നത്, വളരെ ചുരുങ്ങിയ വിലക്ക് ആ വഴി മുഴുവൻ കൊടുക്കുന്നത്. ഇപ്പം നടക്കാത്ത കാര്യമില്ല, പക്ഷെ നടത്തേണ്ടതുപോലെ നടത്താനുള്ള ആംബിയർ നമുക്ക് വേണം. ആ സാക്ഷ്യം ഒന്ന് ശ്രുതികട ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയില്ല. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിയും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രമണി ബാബു എന്നാണ് ചേച്ചിയുടെ യഥാർത്ഥ പേര്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ എത്ര സിമ്പിളായിട്ടാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മനുഷ്യന്മാർ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ചെയ്യണത്. കാര്യം എന്താണ്? ഇതെല്ലാം പ്രോമിസിലുള്ളതാണ്, ഇതെല്ലാം വാഗ്ദാനങ്ങളിലുള്ളതാണ്. നമ്മൾ യാക്കോബ് 2:5 വായിച്ചതുപോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിലെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു ഹോംവർക്ക് എന്താ? വാഗ്ദാനങ്ങളെ നമ്മൾ പ്രാപിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഹോംവർക്ക്. ഈ വാഗ്ദാനങ്ങളെ പ്രാപിക്കാനാണ് ഉടമ്പടിയുടെ സ്പേസ്. അതായത് ഈ വാഗ്ദാനങ്ങളെ പ്രാപിക്കാൻ നമുക്ക് വിശ്വസിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. വിശ്വാസം, സ്നേഹം, പോരായ്മ, പ്രത്യാശ. ഇപ്പം ഹെബ്രായ ലേഖനം 10:23 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 10:23 വായിച്ചോളൂ. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ. പ്രാർത്ഥിക്കുക. നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇത് ഭയങ്കരമായ ഒരു ക്യാപിറ്റൽ വേർഡ് ഓഫ് ഗോഡാണ്. അതായത് ഒന്നിനു വായിച്ചത് നമ്മളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ എന്താ അവൻ്റെ പ്രത്യേകത? അവൻ വിശ്വസ്തനാണ്. അതാണ് ഉറപ്പെന്ന് പറഞ്ഞില്ലേ. ഇപ്പം 1 യോഹന്നാൻ 5:14 നമ്മൾ വായിച്ചില്ലേ? എന്താണ്? അവൻ്റെ നാമത്തിൽ നമ്മൾ ചോദിച്ചാൽ നമുക്കത് ലഭിക്കുമെന്നുള്ളതാണ് അവനുള്ള നമ്മുടെ ഉറപ്പ്. ഈ ഉറപ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമുക്ക് ദൈവത്തിൽ ഉറപ്പുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനമാണത്? അത് വിശ്വസ്തതയുള്ളതുകൊണ്ടാണ്. ദൈവത്തിന് വിശ്വസ്തതയാണ് നമ്മുടെ ഉറപ്പ്. അതാണ് ഹെബ്രായർ 10:23 പറയണത്. ഒന്ന് വായിച്ചോ. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. ഇപ്പം ഈ ഉപ്പ് കൊണ്ടുപോയി ആ കിട്ടാത്ത വഴി, പ്രമാണത്തിൽ പോലും ഇല്ലാത്ത വഴികളിൽ കൊണ്ട് തളിച്ചെന്ന് പറയുന്നത് എന്താണ്? പ്രത്യാശ ഏറ്റുപറച്ചിലാണ്.
അതാണ് നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുകയാണ്. അല്ല നിങ്ങളോർക്കും ഇത് കണിയാനും കൂടിത്രമാരം ചെയ്യണ പോലുള്ള പരിപാടിയാണല്ലോ. അങ്ങനെയല്ല. കൃപാസനത്തിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിന് ബിബ്ലിക്കലായിട്ടുള്ള ഒരു കൊണോട്ടേഷൻ ഉണ്ടാകും, ഒരു ബിബ്ലിക്കൽ ഹിസ്റ്ററി ഉണ്ടാകും, ബിബ്ലിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പെൻത്തേഡ് ഉണ്ടാകും, എല്ലാ സാധനവും ഉണ്ടാകും. ഇതെന്താണ്? ഹെബ്രായർ 10:23 കാര്യം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനായിരിക്കയാൽ, വായിച്ചോളൂ, നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. അപ്പം നമ്മുടെ പ്രത്യാശ നമ്മൾ ഏറ്റുപറയുകയാണ്. ഏറ്റുപറയുന്ന വിധം ചിലർ ഉപ്പ് വെഞ്ചരിച്ച് ആ സ്ഥലത്തിടും, കർത്താവിന് വേണ്ടി സമർപ്പിക്കും, അത് ഏറ്റുപറച്ചിലാണ്. ചില ആൾക്കാർ കുരിശു രൂപം അല്ലെങ്കിൽ കുഞ്ഞു കാശ് രൂപം വിശ്വപ്രമാണം ചൊല്ലി ആ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കും, അത് ഏറ്റുപറച്ചിലാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ്? പ്രത്യാശ ഏറ്റുപറയുകയാണ്. നമുക്കുള്ള പ്രത്യാശ നമ്മൾ ഏറ്റുപറയുകയാണ്. അത് ഏറ്റുപറയുന്നതിന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ഏറ്റുപറയുകയും ചെയ്യും, പറയുന്നതിന് പകരം പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയും ചെയ്യും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതുപോലെ ചില അടയാളങ്ങൾ നമ്മൾ കർത്താവിൻ്റെ യേശു കർത്താവാണെന്നുള്ള വിശ്വാസസത്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കും. ഇതൊക്കെ ഉള്ള നിശബ്ദമായിട്ടും പ്രാർത്ഥനാപരമായിട്ടും ഇതെല്ലാം എക്സ്പ്രഷൻസാണ്. ഇപ്പം നമ്മൾ മുട്ടനിക്കണത് എന്തുകൊണ്ടാണ്? അത് എക്സ്പ്രഷനാണ്. നമ്മൾ മുട്ടനിന്ന് പ്രാർത്ഥിക്കത്തില്ലേ? ഇരുന്ന് പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ? എല്ലാം എക്സ്പ്രഷൻസാണ്. ചില ആൾക്കാർ പറഞ്ഞില്ലേ, പള്ളി പോകണ വീട്ടിൽ തന്നെ ഇരുന്ന ദൈവം വീട്ടിലുണ്ടാകുമെന്ന് പറയും. പക്ഷേ ഒരു തീർത്ഥയാത്ര നടത്തണം എന്താണ്? എക്സ്പ്രഷൻസാണ്. ഫെയ്ത്ത് എപ്പോഴും എക്സ്പ്രഷനിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. നമ്മുടെ വിശ്വാസമില്ലേ, ആ വിശ്വാസം ഏറ്റുപറയണം, പ്രത്യാശ ഏറ്റുപറയുന്നെന്ന് പറയുന്നതെല്ലാം ഇതുപോലെ അതിൻ്റെ അകത്ത് എപ്പോഴും പ്രകടനാത്മകത ഉണ്ട്. വിശ്വാസത്തിൻ്റെ അകത്തെല്ലാം ഒരു പ്രകടനാത്മകതയുണ്ട്. ഇപ്പം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് അതിനകത്ത് പ്രകടനാത്മകതയില്ലേ? സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. വിശ്വാസം നമുക്ക് രഹസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല, അത് മനുഷ്യ സമക്ഷം ഏറ്റുപറയാനുള്ളതാണ്. 10:32 നമ്മൾ എപ്പോഴും വായിക്കുന്ന യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷത്തിലെ അതായത് എപ്പോഴെല്ലാം വിശ്വാസം ഏറ്റുപറയാൻ നിനക്കൊരു അവസരം കിട്ടുന്നുണ്ടോ അതനുസരിച്ച് നിൻ്റെ ആവശ്യത്തിനൊപ്പം പ്രത്യാശയോടുകൂടി നീ ദൈവത്തിൽ വളരണം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എപ്പോഴും നീ ഓർക്കണം എന്താണ്, നീ എന്ത് പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉറപ്പെന്ന് പറയണത് അവൻ മനുഷ്യരാശിയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഏതെങ്കിലും ഒന്നിലായിരിക്കും നീ പ്രാർത്ഥിക്കുന്നത്. അവൻ 2800ഓളം വാഗ്ദാനങ്ങൾ അവൻ മനുഷ്യരാശിയോട് ചെയ്തിട്ടില്ലേ? നീ ജോലിക്ക് പ്രാർത്ഥിക്കുന്നു, വീടിന് പ്രാർത്ഥിക്കുന്നു, ട്രാൻസ്ഫർ പ്രാർത്ഥിക്കുന്നു, വീട് വിൽക്കാൻ പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനത്തിൻ്റെ 2800 വാഗ്ദാനത്തിൻ്റെ ഏതെങ്കിലും ഒന്നിലായിരിക്കും നീ പ്രാർത്ഥിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ പാലായിൽ മേരി ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. എനിക്ക് പിന്നീട് മനസ്സിലായത് വാഗ്ദാനമാണല്ലോ ഒന്നും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു 1-2 കോടി രൂപയുടെ കടമുണ്ട്. കടം കൊറോണ വന്നപ്പോൾ ഒന്നായ കടമാണത്. കൊറോണ വന്നപ്പോൾ അവർ ഹോസ്റ്റൽ നടത്തുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രസംഗിച്ചായിരുന്നു അവരുടെ വിഷയം. ഹോസ്റ്റൽ നടത്തുകയാണ്, കുട്ടികളുടെ ഹോസ്റ്റല്. പക്ഷേ 2 കൊല്ലമായിട്ട് കുട്ടികളില്ലല്ലോ. അപ്പോൾ പക്ഷേ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൂടി, ബാങ്കിൽ ഇൻട്രസ്റ്റ് കൂടി. അപ്പോൾ 2-3 കോടി രൂപ കടമായി. പക്ഷേ ഇന്നത് വിൽക്കാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഒരു ചേച്ചി ഇവിടെ ഒന്ന് ഉടമ്പടി ചെയ്തും എന്നോട് നീ ചോദിച്ച് അച്ഛൻ പറ എന്നാ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചേച്ചിക്ക് 60 വയസ്സായില്ലേ, ഇനി ഇപ്പോൾ ഇതൊക്കെ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കി പലിശ അടച്ചൊക്കെ വരുമ്പോൾ സമയമെടുക്കും. അതുകൊണ്ട് നമുക്കിത് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെയൊക്കെ പോയി അനുവാദം വാങ്ങിച്ചു. അമ്മ ഈ സാധനം മേടിച്ചേക്ക് വിറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് മേടിച്ചൊരു മനസ്സിലൊരു തേങ്ങലുണ്ട്. പക്ഷെ അതാരും പുറത്ത് പറഞ്ഞില്ല. അവർക്ക് എങ്ങനെയെങ്കിലും വിറ്റ് കടവൊന്ന് മാറ്റിയാൽ മതി എന്നുള്ളതാണ്. അവിടെ മനസ്സിൽ തേങ്ങലെന്താ, വയസ്സ് 10-65 ആയില്ലേ, സ്വന്തം നാട്ടിൽ താമസിക്കണം 10-60 കൊല്ലമായിട്ട്. ഇവിടുന്നൊക്കെ ഇത് വിറ്റ് പോയാൽ ഇനി ഏത് പട്ടിക്കാട്ടിലാണ് പോയി താമസിക്കാൻ പോണത്? വല്ല പരിചയമുള്ള മനുഷ്യരായിരിക്കുക.
അവസാന കാലങ്ങളിലൊക്കെ നമ്മൾ ജീവിക്കു പോകുന്ന സ്ഥലമെന്ന് പറയുന്നത് വല്ല ബന്ധുവോ സ്വന്തമൊക്കെ ഉള്ളതായിരിക്കും. അതേമേ എവിടെ പോകും? പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. കടക്കാർ വന്ന് നെക്കിന് പിടിക്കുമ്പോൾ നമ്മൾ അതൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. വിറ്റ് മാറ്റാതെ നിവൃത്തിയില്ലല്ലോ. പക്ഷേ ആ മൈന്യൂട്ട് അവിടെ മനസ്സിലുള്ള ഒരു തേങ്ങൽ, ആന്തരികമായൊരു നിശബ്ദ തേങ്ങൽ, അത് ദൈവം കാണും. എനിക്ക് ആ സാക്ഷ്യത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം അതിനൊരു വാഗ്ദാനമുണ്ട്. ഐ വിൽ റീഇൻസ്റ്റേറ്റ് യു ഇൻ യുവർ ഓൺ ലാൻഡ്. അതൊരു വാഗ്ദാനമാണ്. എസക്കേലിൻ്റെ വാക്കാണ്. എസക്കേലിൻ്റെ വചനങ്ങളിൽ അതായത് 37:14 വായിച്ചോളൂ. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അതൊരു വാഗ്ദാനമാണ്. നോക്കി കണ്ടില്ലേ? കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് നിവസിപ്പിക്കും. മനുഷ്യ സാക്ഷി അവസാനിക്കാൻ എങ്ങനെയെന്ന് അറിയാമോ? അതായത് അമ്മ ഈ 2-3 കോടി രൂപയുടെ ഈ വസ്തു പെട്ടെന്ന് ഉടമ്പെടുക്കുകയും വിറ്റ് മാറ്റിയിട്ട് അതിൽ നിന്ന് ബാക്കി കൊണ്ടാണ് കാശ് കൊണ്ട് ആ വാർഡിൽ തന്നെ വേറൊരു വീട് കാണിച്ചു കൊടുക്കും. അതെന്താ കാര്യം? അത് വാഗ്ദാനമുള്ളതാണ്. നമുക്ക് ദൈവത്തോട് എന്തും ചോദിക്കാം. കാര്യം എന്തറിയാവോ? നമ്മൾ ചോദിക്കണ എല്ലാം ദൈവത്തിൻ്റെ ഏതെങ്കിലും ഒരു വാഗ്ദാനത്തിൽ പെടുന്നതായിരിക്കും. ഇപ്പോൾ മേരിച്ചേച്ചിയുടെ വീട്, മേരിച്ചേച്ചിയുടെ നഷ്ടപ്പെട്ട വീട്ടിൽ തന്നെ, വീടിൻ്റെ ആ വാർഡിൽ തന്നെ അവർക്ക് വീട് കൊടുക്കാൻ കാര്യം എന്താ? അത് ഈ രജിസ്ട്രേഷൻ എസക്കേലാണ് 37:14. ഒന്നിനു വായിച്ചോളൂ. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കാം. നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളെ നിങ്ങളുടെ സ്വന്തം ദേശത്ത് വസിപ്പിക്കും. അപ്പോൾ ജീവിക്കുക, സ്വന്തം ദേശത്ത് വസിക്കുക, ഇതൊക്കെ എന്താണ്? ഒരു മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവകാശങ്ങളുമാണ്. ഇതെല്ലാം ദൈവം മാനിക്കുമെന്നാണ് പറയണത്. ഇതെല്ലാം നിൻ്റെ അഭിലാഷങ്ങൾ, നിൻ്റെ ആവശ്യങ്ങൾ, നിൻ്റെ അവകാശങ്ങൾ എല്ലാം ദൈവം മാനിക്കും എന്നുള്ളതിൻ്റെ ഒരടയാളമായിട്ടാണ് പറയണത്. അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി. 1 യോഹന്നാൻ 5:14 എന്താണ്? അവൻ്റെ ഇഷ്ടത്തിന് പ്രാർത്ഥിച്ച് അവൻ്റെ ഇഷ്ടത്തിന് അനുപേക്ഷിതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവനത് ചെയ്തു തരും എന്നുള്ളതാണ് അവനിലുള്ള നമ്മുടെ ഉറപ്പ്. അപ്പം ഈ വചനത്തിലൂടെ ലഭിക്കുന്ന വാഗ്ദാനങ്ങളോട് ലഭിക്കുന്ന ഉറപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധമുണ്ടാകണം. അപ്പോൾ നമുക്ക് ചഞ്ചരിപ്പില്ലാതെ ദൈവത്തോട് അവകാശബോധത്തോടെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിച്ച് ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ എപ്പോഴും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഭാവി വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അത് എല്ലാ വാഗ്ദാനങ്ങളുടെയും പദ്ധതിയുടെ ഒരു ഭാഗമാണ്. നമുക്ക് ശാശ്വതമായ ഒരു ഭാവി വേണമെന്ന് ഉള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. കാര്യം വാഗ്ദാനങ്ങളെല്ലാം പദ്ധതിയാണ്. ഇപ്പോൾ ജെറമിയ 29:11 പദ്ധതിയെക്കുറിച്ച് പറയണതാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇവിടെയാണ് ഈ വചനം നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ്. നമ്മൾ ജെറമിയ 29:11 എന്താണ്? എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന്. അതെല്ലാം എപ്പോഴും എല്ലാ ജനകേന്ദ്രങ്ങളിലും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. എന്താണ്? വെറുതെ പദ്ധതിയല്ല, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പിന്നെ എന്താ ഉള്ളത്? പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ദൈവികമായ പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ശുഭമായ ഭാവിയായിരിക്കും. നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പദ്ധതിയുടെ പിന്നിലും അത് ദൈവികമായ പദ്ധതിയാണെങ്കിൽ അത് നിത്യത ഉറപ്പുവരുത്തിയിരിക്കും. എല്ലാ പദ്ധതിപ്പത്തിൻ്റെ ജോലി, വീട്, വിവാഹം, മക്കളുണ്ടാകണത്, മക്കൾ ഉണ്ടാവാത്തത്, എന്ത് വിഷയമായാലും അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകുമ്പോഴേ അതിൽ നിത്യത അതിൻ്റെ കവറേജിൻ്റെ ഭാഗമായിട്ടിരിക്കും. ശുഭമായ ഭാവിയാണ്. മനുഷ്യരാശിയുടെ ശുഭമായ ഭാവി എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യതയാണ്. സിമ്പിളല്ലേ? നമുക്ക് ഇവിടെ ഭൂമിയിലെ ആർക്കെന്ത് ഭാവി കിട്ടിയിട്ട് എന്ത് കാര്യം കൂടിപ്പോൾ 75 കൊല്ലത്തെ ഭാവിയല്ലേ ഉള്ളൂ. 75 കൊല്ലം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ല.
ഒരു ശ്വാസത്തിൻ്റെ സമയം പോലും ഇല്ലാത്തവന് ഭാവി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്നാ കാര്യമിരിക്കണത്? അപ്പോൾ വചനം ശുഭമായ ഭാവി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശുഭമായ ഭാവി എന്ന് പറയണത് ദൈവത്തിൻ്റെ കൂടെയുള്ള നിത്യമായ ജീവിതത്തെയാണെന്നാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ വ്യാഖ്യാനിച്ചത്. ഇത് ഓൺലൈനിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ഒരു അറിവ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കാൻ കാരണം. ഈ നിത്യത എന്നുള്ള കണ്ടൻറ്റ് ഇതിലുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ട് കിട്ടാത്തതിൻ്റെ കാരണം. കാര്യം എന്താണ്? അത് കിട്ടിയാൽ ചിലപ്പോൾ നിൻ്റെ ആത്മാവ് ദൈവത്തിന് നഷ്ടപ്പെട്ടെന്ന് വരും. കാര്യം നിത്യത എന്നുള്ള കണ്ടൻറ്റ് കിടക്കുന്ന നിൻ്റെ ദൈവികമായ പദ്ധതി ഉള്ളിടത്തോളം കാലം പല കാര്യങ്ങൾക്കും അനുഗ്രഹത്തിന് പകരം അഭിഷേകമേ കിട്ടത്തുള്ളൂ. ഏതൊരു രണ്ട് ആനുകൂല്യങ്ങളാണ് മനുഷ്യന് കിട്ടുന്നത്. ഒന്നെന്താണ്? അനുഗ്രഹം. കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് അനുഗ്രഹം കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് അഭിഷേകമാണ് കിട്ടുന്നത്. കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിരാശയാണ് ആൾക്കാർക്ക് സാധാരണ ലോകത്തന്മാർക്ക് കിട്ടുന്നത്. കാശ്മീർ അതായത് കേൾക്കുന്ന ദൈവത്തിൽ നിന്ന് രണ്ട് ആനുകൂല്യമാണ് ഒരു പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് കേൾക്കുന്ന പ്രാർത്ഥന. അതെന്താ നമുക്ക് ലഭിക്കുന്നത്? അതാണ് അനുഗ്രഹം. ഇനിയുണ്ട് കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. ഈ നിത്യതയുടെ വിഷയമുള്ളത് കാരണം കേൾക്കാത്ത ചില പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ് വരണത്? അത് കേൾക്കുന്നില്ലെങ്കിലും പക്ഷേ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല. നിരാശ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം കർത്താവില്ലെന്നാണ് എൻ്റെ അർത്ഥം. വീണ്ടും ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് ആനുകൂല്യമാണ്. ഒന്നെന്താണ്? ബ്ലെസ്സിങ്, ഫിസിക്കൽ ഫേവേഴ്സ്, അനുഗ്രഹം. പിന്നെ എന്താണ്? അത് കേൾക്കുന്ന പ്രാർത്ഥനയ്ക്കാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഇനി കേൾക്കാത്ത പ്രാർത്ഥനയുണ്ട്. അതെന്താണ്? ഈ നമ്മൾ നേരത്തെ വായിച്ച ഐസിയായില്ലേ, ജെറമ്യാ 29:11 ശാശ്വതമായ ഭാവി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള നിത്യതയുടെ കണ്ടൻറ്റ് അപകടത്തിലാകണമെങ്കിൽ ദൈവം ആ അനുഗ്രഹം നിനക്ക് തരത്തില്ല. ഈ അനുഗ്രഹം തരാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദൈവം പിന്നെ എന്താണ് അവിടെ ചെയ്യണത്? നിൻ്റെ നിരാശ മാറ്റിയിട്ട് അവിടെ നിനക്ക് അഭിഷേകം തരും. പക്ഷെ നിനക്ക് അഭിഷേകം കിട്ടുന്നില്ല, നിനക്ക് നിരാശ തന്നെയാണ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ ടോട്ടലായിട്ട് നീ ഫെയിലിയറായി. എന്താ കാര്യം? നിരാശ ഒരു കാരണവശാലും നിരാശ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലെന്ന് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാകത്തില്ല. ഇത് നിയമാവർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. നിയമാവർത്തനം 31. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നിയമാവർത്തനം 30